ആയിരക്കണക്കിന് ആളുകൾ ദിവസം വന്ന് ജോലി വാങ്ങാൻ നമ്മളെ മലയാളീസ് തയ്യാറാണ്. വേറെ എവിടെയും പോകില്ല. അത് ഹാർഡ് ലേബർ ചെയ്യാം. അത് ഒരു വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ ആ തൊഴിൽ സംസ്കാരവും അവരെ ജോബ് സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അവരെവിടെയും ജോലിയാണ്. ഇപ്പം ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കൂടുതൽ ശമ്പളം കിട്ടും, നല്ല അവസ്ഥയായിരുന്നു ഒരു കാലത്ത്. ഇന്നല്ല. ഈ മലയാളിയുടെ വർക്ക് കൾച്ചറിനെ പറ്റി പൊതുവെ പറയാ, കേരളത്തിൽ അവർ ജോലി ചെയ്യില്ല, പുറത്തു പോയാൽ എന്ത് പണിക്കും തയ്യാറാണ്. പഠിക്കേണ്ടിയിരിക്കുന്നത് ഒരാളിങ്ങനെ എക്സാമ്പിളാക്കിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഒന്ന് പഠിക്കുക. ഞാൻ പറയുന്നത് അവരെന്തുകൊണ്ട് ഇത്രയും പേര് മലയാളീസ് അവിടെ ജോലി ചെയ്യുന്ന, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ പശ്ചാത്തലം എന്താണ് അവർ ജോലി ചെയ്യുന്നതിന് കാരണം എന്ന് പഠിച്ചാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഇഷ്ടമാണ്. സെക്യൂരിറ്റി ഇത് കൊടുക്കണം, ജോബ് നല്ല ജോലി. അവരെ ഇപ്പം മലയാളീസ് എപ്പോഴും ആഗ്രഹിക്കുന്ന അങ്ങനെയാണല്ലോ. നല്ല ശമ്പളം എവിടെ കിട്ടും, ഇനിയിപ്പം നല്ല ജീവിത രീതി എവിടെ കിട്ടും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പഠിക്കാൻ വരെ പോകുന്നത്. അവർ കാണുന്നത് നല്ല സുഖ സൗകര്യങ്ങൾ, നല്ല ജോലി, പഠിക്കുമ്പോൾ തന്നെ ശമ്പളം കിട്ടും. എന്താ പറയുക, നമ്മൾ മറ്റേ പഠിക്കുന്ന സമയത്ത് അല്ല സ്റ്റൈപ്പൻഡ് അല്ല ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ. അപ്പം അതിനെല്ലാം അവിടെ സാഹചര്യമുണ്ട്. അപ്പം പൈസയാണ് പ്രധാനം. അത് ദിനേശിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റിവാർഡാണ് അവിടുത്തെ ജോലി. ഇപ്പം ഒരാളെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവില്ല, ഞങ്ങളുടെ ഇത്ര ആളിനെ ജോലി ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ജോലിക്ക് പിന്നെ ഇത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും, നമ്മൾ കൊടുക്കും. ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ജോലി ചെയ്യേണ്ടതും അവൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ നടപടി എടുക്കുന്നതെല്ലാം നമ്മൾ സ്വതന്ത്രമായിട്ടാണ്. ഒരാളും ഇടപെടില്ല. എല്ലാ പാർട്ടികളിൽ നിന്നും റെക്കമെൻഡേഷൻസ് വരാറുണ്ടോ? എല്ലാ പാർട്ടിയിൽ നിന്നും. ലേബേഴ്സിൽ വളരെ കുറവാണ്, മറ്റുള്ളതിലെല്ലാത്തിലും വരും. ഇപ്പം നമ്മൾ 1500 എൻജിനീയേഴ്സ്, 1500ഓളം സ്റ്റാഫ്, അതിലൊക്കെ എല്ലാ ആൾക്കാർ, അതും ലേഡീസാണ് അതിലും കൂടുതൽ. അത് കൂട്ടി പറഞ്ഞു. വനിതകളുമുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരുമുണ്ട്. എല്ലാം അതുള്ളത് മലയാളീസ്. ഞാൻ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ഇപ്പോഴും ഒരു 50,000 തൊഴിലാളികളെ മലയാളീസിന് വേണമെങ്കിൽ ഇപ്പോൾ അവർ വരും. ഞങ്ങളടുത്ത് ജോലി ചെയ്യുന്നു അവർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവർക്ക് ജോബ് സെക്യൂരിറ്റിയും ലൈഫ് സെക്യൂരിറ്റിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മലയാളീസ് ഇവിടെ തന്നെ ജോലി ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 25% ഇപ്പോഴും അല്ല, അത് നമുക്ക് ലേബർ ഇത് വരുമ്പം നമ്മൾ പുറത്തുനിന്ന് എടുക്കും. സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് വരുമ്പോൾ നമ്മളടുത്തുകൊണ്ട് പോരാ. അവരാകുമ്പം പിന്നെ 6 മാസം 1 വർഷമൊക്കെ പിന്നെ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോൾ അവർ പോകും. പക്ഷേ മറ്റവരെ ട്രെയിൻ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ മലയാളീസിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് വർഷം കൂടിയും കഴിയുമ്പോൾ ഇനി മലയാളീസ് തന്നെ സ്കിൽഡായിട്ട് നല്ല ഇതിൽ വരുമ്പം നമുക്ക് മലയാളീസിൻ്റെ അല്ല ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യം വരില്ല. ഇനി അവരും കുറച്ച് കഴിയുമ്പം അവരെ ഗൾഫാണല്ലോ, അവർ മാറുമ്പോൾ അവരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവും ഇവിടെ ജോലി ചെയ്യും. അപ്പം അതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി. ഒരു 27-28%. നമ്മളൊരു ബിസിനസ് വൈസ് സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ എത്ര ശതമാനം കൺസ്ട്രക്ഷൻ, എത്ര ശതമാനം IT, അങ്ങനെ പറയാമോ? കൺസ്ട്രക്ഷൻ തന്നെയായിരിക്കും അല്ലേ? 80%, 90% കൺസ്ട്രക്ഷൻ. ബാക്കിയുള്ളതിലേക്ക് ബാക്കിയുള്ളതൊക്കെ 2 സൈറ്റിയും ഇതൊക്കെ ആയിട്ട് ഒരു 10-15% ഉണ്ടാവും. ഇത്രയും ഉണ്ടാവും. ഇനിയിപ്പോൾ അത് മുമ്പോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും? അല്ലല്ല, ഞങ്ങളിപ്പം ടൂറിസം മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം 2 ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ടല്ലോ. അതിപ്പം കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയം ഒന്ന് വന്ന് കാണണം. അത് ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ നല്ലൊരു ക്രാഫ്റ്റ് വില്ലേജായി മാറിക്കുന്നത്. പിന്നെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് ട്രിവാൻഡ്രത്തും. 2ഉം വേറെ ആൾക്കാർ എടുത്തിട്ട് ഉപേക്ഷിച്ച് പോയത് ഗവൺമെൻറ് ഞങ്ങളെ നിർബന്ധിപ്പിച്ചെടുപ്പിച്ചതാണ്. ഇന്നത് നല്ല ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് വടകരയും. അവിടെ നമ്മളെ ക്രാഫ്റ്റ്മാർ അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടാണ് നമുക്ക് തോന്നിയത്. അങ്ങനെ ഏറ്റെടുക്കണം എന്ന് തോന്നി. അവർക്ക് നല്ല വേതനവും നല്ല ജീവിതവും ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ടൂറിസവും ഡെവലപ്മെൻറ്റും ആ ഒരു വില്ലേജ് തന്നെ
മാറിക്കഴിഞ്ഞു. ആ വില്ലേജ് അങ്ങനെ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക്. ഇപ്പോൾ IT തുടങ്ങുന്ന സമയത്ത് IT പാർക്കിൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് അവരാണ് ഏറ്റവും അധികം അവിടെ ഹോം സ്റ്റേയും മറ്റ് ഭക്ഷണം എല്ലാം ആയിട്ട് ആ പ്രദേശം മുഴുവൻ മാറിക്കഴിഞ്ഞു കോഴിക്കോട്. അതേപോലെ ഒരു പ്രസ്ഥാനം വരുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ എല്ലാവരും നിന്ന് അവരെല്ലാവരും വിജയിക്കണം എന്നുള്ളതാണ് സൊസൈറ്റീൻ്റെ ഒരു കൺസെപ്റ്റ്. ടൂറിസത്തിൻ്റെ റിസോർട്ട് പണി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പം അവിടെ ഇപ്പം സെക്കൻഡ് ഫേസ് തുടങ്ങാൻ പോകും. ക്രാഫ്റ്റിൽ സെക്കൻഡ് ഫേസ് ആയിട്ട് തുടങ്ങിയിട്ട് കോഴിക്കോട്. എന്നിട്ട് ഈ ക്രാഫ്റ്റ് മാത്രം കാണാൻ വരുന്നിടത്താണ് അവർക്ക് മടുപ്പ് വരുന്നത്. ക്രാഫ്റ്റ് മാത്രം കണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയും കൊണ്ടുവരിക. അപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് കടത്തനാടിൻ്റെ നമ്മളെ കടത്തനാടിൻ്റെ നാടാണല്ലോ. അപ്പം അതിൻ്റെ ഹിസ്റ്ററിയും കുഞ്ഞാലിമരക്കാരുടെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ഒരു നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റങ്ങളും പിന്നെ അതുകൊണ്ട് ബന്ധിച്ച് നല്ല ഫുഡും ഒക്കെ ആയിട്ട് നാടൻ ഫുഡുകളും ഒക്കെ കൊടുത്ത് കൂടുതൽ അട്രാക്റ്റ് ഉണ്ട്. എന്നിട്ട് കണക്ടിവിറ്റി ബേപ്പൂരും സർഗാലയായിട്ട് കണക്ടിവിറ്റി ആയിട്ട് ടൂറിസത്തിലെ കൊണ്ടുവരിക. അത് കടൽ മാർഗവും റോഡ് മാർഗവും പിന്നെ ഈ പുതിയ നാവിഗേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ ആ വഴിയും കൊണ്ടുവരിക. കേരളത്തിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിയാൽ ഈ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ തകർന്ന് വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയും വളരെ മോശം അവസ്ഥയിലാണ്. ഈ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയുടെ ഒരു മുന്നോട്ട് പോക്കിന് ഏതൊക്കെ സെക്ടറിലായിരിക്കണം ശ്രദ്ധ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ വിജയിക്കാൻ കാരണം ഞങ്ങൾക്ക് ഈ 18,000 പേരെയും ഞങ്ങൾ ട്രെയിൻഡാക്കി സ്കിൽഡാക്കി മാറ്റുന്നുണ്ട്. അത് എൻജിനീയേഴ്സിനെയും മാറ്റുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഒരു എൻജിനീയർ ബിടെക് സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആരോ വന്നാൽ അവൻ 5 വർഷം കഴിഞ്ഞാലേ ഒരു എൻജിനീയർ ആകുന്നുള്ളൂ. ഒരു ഇലക്ട്രീഷ്യൻ വരെ വന്നാൽ അവൻ ഇലക്ട്രീഷ്യൻ ആവണമെങ്കിൽ 5 വർഷം കഴിയണം. ആരെയും പഠിപ്പിക്കുന്നത് തിയറി മാത്രമാണല്ലോ, പ്രാക്ടിക്കൽ ഇല്ലല്ലോ. നമ്മളെ യൂറോപ്യൻ കൺട്രിയിലൊക്കെ അതല്ലല്ലോ, ഇൻഡസ്ട്രിയിലാണ് അവ വർക്ക് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയും അക്കാഡമിയും ഒന്നിച്ച് ചേർന്നിട്ടാണ് അവിടെ വിദ്യാഭ്യാസം. ഇപ്പം നമ്മളെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ വന്ന് MBBS എടുത്ത് അടുത്ത ദിവസം തന്നെ ഡോക്ടറായിട്ട് ബോർഡും വെച്ചിട്ട് ഡോക്ടർ ആകുന്നത് എന്തുകൊണ്ടാണ്? മെഡിക്കൽ കോളേജിൽ പഠനവും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എല്ലാ ദിവസവും പോയി ട്രെയിനിങ് ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ അതേ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിദ്യാഭ്യാസ രീതി മാറിയില്ലെങ്കിൽ സ്കില്ലാക്കുന്നത്. ഇപ്പം കൃഷി, ഏതെങ്കിലും കൃഷി ഓഫീസർ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസമുള്ളവർക്ക് കൃഷി മണ്ണ് അല്ലെങ്കിൽ കൃഷി എന്താണെന്ന് അറിയാമോ? അപ്പം വിദേശ രാജ്യങ്ങളിലെല്ലാം അങ്ങനെ ഒരു കോഴ്സ് കഴിയുന്നതാണെങ്കിൽ ഇത്ര വർഷം ഫാമിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ 8 അവറാണെങ്കിൽ 2 അവർ മാത്രമേ തിയറി ഉണ്ടാകും, ബാക്കി മുഴുവൻ പ്രാക്ടിക്കലായിട്ടുള്ള നോളജാണ്. അപ്പോൾ അത് വരാത്തടത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതി പുതിയ ടെക്നോളജിയും പുതിയ ഇന്നോവേഷനും പുതിയ സംഗതികളിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൽഡ് യൂണിവേഴ്സിറ്റി സ്കിൽഡ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ പ്രാക്ടിക്കൽ നോളജ് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിലേക്ക് വരണം. വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വളരാൻ പോകുന്നു. പഠിച്ച് വന്ന് ഇപ്പം BCom MBBS എടുത്ത ഒരാൾ അറിയാലോ എല്ലാവർക്കും. ഒരു സ്ഥാപനത്തിൽ വന്നാൽ മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ, കുറേ വർഷങ്ങൾ എടുത്തിട്ടല്ലേ. അതേസത്തിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയും മറ്റ് യൂണിവേഴ്സിറ്റിയും എന്ന് പറഞ്ഞാൽ അവർ പ്രാക്ടിക്കലായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യും. ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഇവിടെ പഠിക്കുന്നത്. ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം, അത് കാർഷിക മേഖലയിലായാലും കൺസ്ട്രക്ഷൻ മേഖലയായാലും മറ്റ് വ്യവസായ മേഖല, ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യം അതെല്ലാം പഠിപ്പിക്കുന്നത്. തിയറി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആ തിയറിയും പ്രാക്ടിക്കലും ഒന്നിച്ചു കൊണ്ടുവന്നു അതിന് ഈ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അതിലുണ്ടാവും. നമ്മുടെ കരിക്കുലം അങ്ങനെ മാറണം എന്ന് പറയുന്നത് അതാണല്ലോ പുതിയ യൂണിവേഴ്സിറ്റിൻ്റെ കൺസെപ്റ്റ്. ഇപ്പം വിദേശ യൂണിവേഴ്സിറ്റിയിലും വരുമ്പോൾ മത്സരം ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്കിൽഡ് യൂണിവേഴ്സിറ്റിനൊക്കെ. പക്ഷേ സ്കിൽഡ് യൂണിവേഴ്സിറ്റി സാധാരണ തുടങ്ങുമ്പോൾ പറ്റില്ല. ഈ ഫാക്കൽറ്റീസിനെ കിട്ടലും സ്കിൽഡ് ലേബേഴ്സ് സ്കിൽഡ് പ്രാക്ടിക്കലായിട്ട് നോളജുള്ള ഫാക്കൽറ്റീസ് ഇല്ലെങ്കിൽ അത് നടക്കില്ല. അത് നമ്മൾ തന്നെ വളർന്ന് വരുമ്പോൾ നമുക്കൊരു സമയം എത്തുമ്പോൾ മാത്രമേ അതിന്, ഇല്ലെങ്കിൽ അത് ക്വാളിറ്റി ഉണ്ടാവില്ല. ഒരാളെങ്കിലും എന്ത് തുടങ്ങുന്നേരത്തും അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ തുടങ്ങും. പുതിയ മേഖലയ്ക്ക് പോകുമ്പോൾ IT മേഖലയിലായാലും ഇത്രയും പരിഹാസവും ഇതൊക്കെ ഉണ്ടായിട്ടും അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മളൊരു കർത്തവ്യം തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല.
സ്കിൽഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് മുമ്പോട്ട് പോവാം. ഇല്ല, ആയിട്ടില്ല, സമയമായിട്ടില്ല. സമയമാകുമ്പോൾ തുടങ്ങും. സാർ ഇതിനു മുമ്പ് അനൗൺസ് ചെയ്തായിരുന്നു അത്? അല്ല, അന്നും ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ, സമയമാകുമ്പോൾ ആലോചിക്കും.